അപ്പോൾ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ, നമ്മൾ ഇസ്ലാമിക് കൾച്ചറിലുള്ള സമയത്ത് നമ്മൾ കുട്ടികളോട് പറയും, നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് 5 നേരം നമസ്കരിക്കുക, ഒളു കൊടുത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ തയമ്മം ചെയ്ത് നിസ്കരിക്കുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് കൃത്യമായി കുട്ടികളോട് പറയും. ഈ സമയത്ത് എന്തിനാണ് നമസ്കരിക്കുന്നത്, അതിന്റെ സയന്റിഫിക് റീസൺ പറഞ്ഞു കൊടുക്കുക. ഇവിടെ നമ്മൾ സുജൂദിൽ പോകുന്ന സമയത്ത് 30 സെക്കൻഡ് അല്ലെങ്കിൽ 15 to 30 സെക്കൻഡ് ആയിരിക്കും സാധാരണ നമ്മൾ നിൽക്കാറ്. അപ്പോൾ ഒരു 1 മിനിറ്റ് നിൽക്കുക. നമുക്ക് ഒളു കൊടുക്കുന്നത് അല്ലെങ്കിൽ തയമ്മം ചെയ്യുന്നതിലേക്ക് പോവാം. ശരിക്ക് നമ്മുടെ ബോഡിയുടെ മാഗ്നറ്റിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഓറയാണ് ക്ലീൻ ചെയ്യുന്നത്. നമ്മുടെ ശരീരമല്ല ക്ലീൻ ചെയ്യുന്നത്, നമ്മുടെ ബോഡിയുടെ ഓറയാണ് മെയിനായിട്ട് ക്ലീൻ ചെയ്യുന്നത്. ഭാഗത്തൊക്കെ പോയിട്ട് നമ്മൾ ഈ ചെവിയുടെ ഓറിക്കുലർ ഏരിയ എന്ന് പറയും. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത്, ക്ലീൻ അല്ല, നമ്മൾ വെള്ളത്തോട് നമ്മൾ ടച്ച് അല്ലെങ്കിൽ കൈയോട് ടച്ച് ചെയ്യുന്ന സമയത്ത് ശരീരത്തിന്റെ മൊത്തമായിട്ടുള്ള ഭാഗത്തിന്റെ അക്യൂപഞ്ചർ പോയിന്റ് ശരിക്ക് നമ്മുടെ ചെവിയിലുണ്ട്. അതൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യും, നമ്മുടെ എനർജി ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. വെള്ളം ഉപയോഗിക്കാതെ തയമ്മം ചെയ്യാൻ ഇസ്ലാമിൽ പറയുന്നുണ്ട്. തൈമം ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈയോടെ അല്ലെങ്കിൽ നമ്മുടെ ഓറയാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ തന്നെ കൈയോടെ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മണ്ണ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്വന്തം കൈ കൊണ്ടോ ഉപയോഗിച്ചിട്ട് നമ്മൾ ശരിക്കും അതിൻ്റെ ഒരു സയന്റിഫിക് റീസൺ പർട്ടിക്കുലർലി ഉണ്ട്. ശരിക്കും നമ്മൾ തന്നെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൽ കൈ കടത്തി ക്ലിയർ ചെയ്യാനും നമ്മുടെ എനർജി ഫീൽഡ് അല്ലെങ്കിൽ നമ്മൾ ഓരോ അക്യുപഞ്ചർ അല്ലെങ്കിൽ അക്യുപ്രഷർ പോയിന്റ് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമസ്കാരം പറയണ്ടല്ലോ, നമ്മൾ നമസ്കരിക്കുന്ന സമയത്തല്ല നമ്മൾ ഓരോ യോഗ പോസ്റ്ററാണ് നമ്മൾ ഓരോ തവണയും നമ്മൾ ചെയ്യുന്നത്. കൈ കിട്ടുന്നതായാലും നമ്മൾ റുക്കൂ പോകുന്നതായാലും സുജൂദ് പോകുന്നതായാലും നമ്മളുടെ എനർജി റീസൈക്കിൾ ആവുകയാണ്. അതുപോലെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് കൈ ചൂണ്ടുന്ന സമയത്തും ആ ഒരു യോഗ മുദ്രയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്ക് ഞാൻ വളരെ ലളിതമായിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികളോടും നമ്മുടെ ആരോടായാലും ഇതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരോട് ചെയ്യാൻ പറയുക.